Hi, hello. I am Ranjit and welcome to AT Talks. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് 11ന്റെ ഒരു ഈസി മൾട്ടിപ്ലിക്കേഷൻ ആണ്. 11 ബാക്കിയുള്ള സംഖ്യകളുമായിട്ട് ഗുണിച്ചാൽ വളരെ വേഗം അതിന്റെ ആൻസർ എങ്ങനെ കിട്ടും എന്നുള്ള ടെക്നിക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. 35 ഇൻറ്റു 11 76 ഇൻറ്റു 11 അതുപോലെ 95 ഇൻറ്റു 11. ഓക്കെ, എങ്ങനെ നോക്കാം? വളരെ എളുപ്പമാണ്. ഈ ഒരു 11ന്റെ ഗുണനങ്ങൾ അല്ലെ 11 വെച്ചുള്ള ഗുണനങ്ങൾ നോക്കാം. ഇവിടെ നോക്കാം, ഇവിടെ ഇത് 35 ഇത് 11 അല്ലെ. 11 നമുക്കറിയാം, 1 വെച്ച് നമ്മൾ ഗുണിക്കാൻ നേരത്ത് നമുക്ക് എപ്പോഴും 1ന്റെ കൂടെ ഗുണിക്കുന്ന സംഖ്യകളാണ് നമ്മൾ സാധാരണ എഴുതാറ് അല്ലെ. അതുപോലെ തന്നെ ഞാനിവിടെ എഴുതുകയാണ്. ഇവിടെ നമ്മൾ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. ഇവിടുത്തെ ആദ്യത്തെ സംഖ്യ ഏതാണ്? 3 അല്ലേ. 3 ഗുണം 1 എടുത്താൽ നമുക്ക് 3 ആണ് കിട്ടുക അല്ലെ. ഞാനത് എഴുതുകയാണ്. 3 ഇവിടെ എഴുതി വെച്ചു. രണ്ടാമത്തെ സംഖ്യ 5 ആണ് അല്ലെ. 5 ഗുണം 1 എടുത്താൽ 5 ആണ് കിട്ടുക. ആ 5 ഞാനിവിടെ എഴുതുകയാണ്. അതായത് 35ന്റെ 3 ഞാൻ ആദ്യം എഴുതി, 5 ഞാൻ കുറച്ച് മാറ്റി എഴുതി. ഇനി ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഗ്യാപ്പിൽ നമ്മൾ ഈ രണ്ട് സംഖ്യകളെ തമ്മിൽ കൂട്ടി എഴുതിയാൽ മതി. അത്രയേ ഉള്ളൂ. അതായത് 3 പ്ലസ് 5 ഇവിടെ നമ്മൾ കൂട്ടി എഴുതുക. അപ്പോൾ നമുക്ക് ആൻസർ ആവും. അതായത് ആൻസർ എങ്ങനെ കിട്ടും? 3, 8, 5 385 ആണ്. 35 ഗുണം 11 ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 385. ഓക്കെ, മനസ്സിലായോ? അതുപോലെ ആണെങ്കിൽ 76 ഗുണം 11 എടുത്താൽ എത്ര കിട്ടും? 76-നകത്ത് 7 ഞാൻ ആദ്യം എഴുതുന്നു. ഓക്കെ, ഇനി 6 അല്ലേ. 6 ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? 7 6 കൂടെ കൂട്ടി നമുക്ക് നടുക്ക് എഴുതണം. 7 6 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുക? 13 കിട്ടുക അല്ലെ. 13ന്റെ 3 ഞാൻ ഇവിടെ എഴുതുന്നു. 1 7ന്റെ മണ്ടയിലേക്ക് എഴുതുന്നു. ഇനി കൂട്ടുക, എത്ര കിട്ടും? 8 3 6 836 കിട്ടിയോ? അങ്ങനെയെങ്കിൽ ഇത് എങ്ങനെയാ വരിക? 95 ഗുണം 11 9 എഴുതി, അതുപോലെ 5 ഇങ്ങോട്ട് മാറ്റി എഴുതി. ഇനി 9 5 കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് 14 ആണ്. 14ന്റെ 4 ഇവിടെ എഴുതി, 1 9ന്റെ മേളിൽ എഴുതി. ഇനി കൂട്ടാം. നമുക്ക് എന്ത് കിട്ടും? 5 4 10 അല്ലേ. അപ്പം 1045 കിട്ടി. ഓക്കെ ആണോ? ഇതുപോലെ നമുക്ക് മൂന്നക്ക സംഖ്യകൾ ഈ പറഞ്ഞ 11ന്റെ കൂടെ ഗുണിച്ചാൽ എങ്ങനെയാണ്? ഇതിപ്പോ രണ്ടക്ക സംഖ്യകളല്ലേ. ഇനി മൂന്നക്ക സംഖ്യകൾ 11ന്റെ കൂടെ ഗുണിച്ചാൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് മറ്റ് എക്സാമ്പിൾ നോക്കാം. 424 ഗുണം 11 ചെയ്ത് നോക്കിയാലോ. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ആദ്യത്തെ സംഖ്യകൾ അല്ലേ ആദ്യം എഴുതും കേട്ടോ. അപ്പൊ ഇവിടെ 4 ആണ് ആദ്യത്തെ സംഖ്യ, അത് ഞാൻ ഇവിടെ എഴുതുകയാണ് 4. അവസാനത്തെ സംഖ്യയും 4 തന്നെയാണ്, അത് ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതും. തുടക്കത്തിൽ 4 എഴുതി, അവസാനത്തെ 4 എഴുതി. ഇനി ഇവിടെ കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് 2 ഡിജിറ്റ് പ്ലേസ് ഉണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം ഇവിടെ എഴുതേണ്ടത് ഈ രണ്ട് സംഖ്യകളുണ്ടോ അവ തമ്മിൽ കൂട്ടുക. അതായത് 4 + 2, അതാണ് ഞാൻ ഇവിടെ എഴുതുന്നത് കേട്ടോ. 4 + 2. ഓക്കെ, അതിനുശേഷം ഇവര് തമ്മിൽ കൂട്ടുക. 2 + 4. ഓക്കെ, അതായത് ആൻസർ വരുമ്പോൾ 4 4 2 6 2 4 6 4 4664 എന്ന് കിട്ടും. മനസ്സിലായോ? 11 ഗുണിച്ചപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ഇത് 3 ഡിജിറ്റ് ആണ് അല്ലേ. അതായത് അപ്പൊ ആദ്യത്തെ സംഖ്യ ഞാൻ ഇവിടെ എഴുതി, രണ്ടാമത്തെ സംഖ്യ ഇവിടെ എഴുതി. ഇനി ഇവരുടെ ഇടയ്ക്ക് 2 സ്പേസ് ഉണ്ട്, അത് ഇവര് തമ്മിൽ ആദ്യം കൂട്ടി എഴുതാം, അതിനുശേഷം ഇവര് തമ്മിൽ കൂട്ടി ഇവിടെ എഴുതാം. ആൻസർ ആകാം. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 589 ഇൻറ്റു 11. ഓക്കെ, ചെയ്യാം. ആദ്യത്തെ സംഖ്യ ഏതാണ്? 5 ആണ്. ഇത് ഞാൻ ഇവിടെ എഴുതുകയാണ് 5. അവസാനത്തെ സംഖ്യ 9 ആണ്, അത് ഞാൻ ഇവിടെ എഴുതി. ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടത്? 5ഉം 8ഉം കൂടെ കൂട്ടി ഇവിടെ എഴുതണം. 5 + 8, അതുപോലെ 8 9 കൂടെ കൂട്ടി ഇവിടെ എഴുതണം. 8 + 9. ഓക്കെ അല്ലേ? നമുക്ക് കൂട്ടാം അല്ലേ. ഞാനിവിടെ എഴുതുകയാണ് ആൻസർ 9. 8ഉം 9 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുക? 17 ആണ് ലഭിക്കുക അല്ലേ. അപ്പൊ 17ന്റെ 7 ഞാനിവിടെ എഴുതി, 1 ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി 5ഉം 8ഉം കൂടെ കൂട്ടിയാൽ 13 ആണ് കിട്ടുക. 13ന്റെ കൂടെ 1 കൂട്ടിയാൽ 14 ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ 4 ഇവിടെ എഴുതുകയാണ്. വീണ്ടും 1 അല്ലേ. 1 ഈ 5ന്റെ മേളിലേക്കാണ് പോകുന്നത് കേട്ടോ.
അപ്പോൾ ഒന്നുണ്ട് ഇവിടെ. അപ്പോൾ 5+1 ത്രെഡും 6 എന്ന് കിട്ടും. അത് ആൻസറായി 6479. വീഡിയോ 6479 ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.